എന്താടോ തനിക്ക് പറ്റിയത്? താൻ എവിടെയെങ്കിലും വീണു? ഡോ, ഞാൻ ആ ഹരിയെ കണ്ടടോ. ഹരിയോ? അതേടോ. ഡോ, തനിക്ക് തോന്നിയതാണോ? അവൻ ചത്തു മലച്ചില്ലേ? നമ്മളല്ലേ അവനെ കൊന്നു തള്ളിയത്. താൻ മറന്നു പോയോടോ? താൻ ഇങ്ങനെ വിഡ്ഢിത്തരം പിടിച്ച് പറയാതെ. അല്ലടോ, ഞാൻ കണ്ടതാ. ഏതോ ആണുങ്ങളുടെ അടി വാങ്ങിക്കൂട്ടി തലയുടെ ഫിലമെന്റ് അടിച്ചു പോയോ? താൻ റെസ്റ്റ് എടുക്ക്. ഒരു വീക്ക് തല അനക്കല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? റെസ്റ്റ് എടുക്ക്. ശ്ശേ, അവനല്ലായിരുന്നോ പിന്നെ ഞാൻ കണ്ടത്? ഇനി എനിക്ക് തോന്നിയതാണോ? ശ്ശേ, ഭ്രാന്ത് പിടിക്കുന്നു. അബി, എന്തെടുക്കുവാ? കളിക്കുവാണോ? കളിച്ചോട്ടോ. ആ കൃഷ്ണേന്ദു, കോഫി ആയോ? എനിക്കും ഒരു കോഫി. ഞാൻ ഫ്രഷ് ആയി വരാം. ആ ആ ഉം. കിച്ചു, താൻ ഇവിടെ നിൽക്കുവാണോ? കോഫി ആയോ? ഹേയ് കിച്ചു, ആ, താൻ എവിടെങ്ങും അല്ലേ? ജയ്, താൻ സഞ്ജുവിനെ ശ്രദ്ധിച്ചോ? ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സഞ്ജു സഞ്ജു പഴയ സഞ്ജു ആയതുപോലെ. തനിക്ക് അങ്ങനെ തോന്നിയോ? എന്റെ തോന്നലല്ല ജയ്, സത്യമാ. അത് നല്ലൊരു കാര്യമാണല്ലോ. എന്റെ ഹരിയേട്ടൻ ഇല്ലാതായ ആ നിമിഷം മുതൽ അവൾ പഴയ ആളായി ഞാൻ കണ്ടിട്ടില്ല. ചിരിച്ചു കണ്ടിട്ടില്ല. ആകെ സന്തോഷം വരുന്നു എന്ന് തോന്നിയത് ആ കുഞ്ഞിനെ കാണാൻ തുടങ്ങിയപ്പോൾ മുതലാ. ആ, അല്ല, അവളുടെ കുഞ്ഞ്. പിന്നെ ഇപ്പോൾ അവൾ അതിലും വലിയ സന്തോഷത്തിൽ. ആ, കിച്ചു, താൻ കരയാതെ. എല്ലാം പതിയെ പതിയെ ഓക്കെ ആവുമ്പോടോ. ഹരിയേട്ടനെ ഒന്ന് വിളിച്ചാലോ? വിളിക്കാം. ഹലോ ഹരിയേട്ടാ. സഞ്ജന, ഹരിയേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ആ റാമിന്റെ കേസ് ഫയൽ സെർച്ച് ചെയ്യുമായിരുന്നു. താൻ ഫ്രഷ് ആയിരിക്കുവാണോ? ഹരിയേട്ടാ, എന്റെ അടുത്ത് വന്നൂടെ? തന്നോട് ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും. ടൈം ആവട്ടെ. പക്ഷേ ഇപ്പോ ഇപ്പൊ ഒന്ന് വന്നൂടെ? ആരും അറിയാതെ. എനിക്ക് ഒരുപാട് സംസാരിക്കണം എന്റെ ഹരിയേട്ടനോട്. പിന്നെ അതൊന്നും വേണ്ട തൽക്കാലം. എന്നെ ഓർത്ത് താൻ ജീവിച്ചില്ല ഇത്രയും നാളും. അതുപോലെ കുറച്ചു കാലം കൂടി ജീവിക്കും. വെയിറ്റ് ചെയ്താൽ. ആ, ആ, ഉം, താൻ കോഫി കുടിച്ചോ? ഇല്ല ഹരിയേട്ടാ, ഫ്രഷ് ആയിട്ട് ആവാമെന്ന് കരുതി. എന്ത് പറ്റി? ഒരു മൂഡൗട്ട് പോലെ. ഏയ്, ഞാനിപ്പോ ഒത്തിരി ഹാപ്പിയാ ഹരിയേട്ടാ. എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ പെണ്ണിന്റെ മനസ്സ് മുഴുവനും ഞാനാണെന്ന് എനിക്കറിയാം. താൻ കുറച്ചു നാൾ കൂടി വെയിറ്റ് ചെയ്യണം. തന്റെ കൺവെട്ടെത്തുമെന്ന് പിന്നെ ഞാൻ എങ്ങും പോകില്ല. ലവ് യു ഹരിയേട്ടാ. മോളെ, കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാടോ ചെയ്യാൻ പോവാ ഞാൻ. വേണ്ട, തൽക്കാലം കുഞ്ഞ് അവിടെ തന്നെ നിൽക്കട്ടെ. അതെന്നാ മോളെ? എനിക്ക് ഏട്ടനോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്റെ കുഞ്ഞല്ലേ, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. ഇവൾക്ക് ഇതെന്ത് പറ്റി? സർ, ദാ റിപ്പോർട്ട്. ഇതിപ്പോഴാണോ കൊണ്ടുവരുന്നേ? സർ, ഞാൻ ഇന്നലെ എനിക്ക് നോ മോർ എക്സ്ക്യൂസസ്. നിന്റെ ഈ റിപ്പോർട്ട് വല്ല ചവിട്ടുകുട്ടയിൽ കയറി. ഇതൊരു റെപ്യൂട്ടഡ് കമ്പനിയാണ്. ഇവിടെ ഡെഡ് ലൈനിന് മുമ്പ് എല്ലാം റെഡി ആയിരിക്കണം. ഇത് ഇന്നലെ വെക്കേണ്ട ഫയലാ. ഇന്ന് നീ എന്തായാലും ഇത് സബ്മിറ്റ് ചെയ്യണ്ട. സർ, സർ, ഞാനിത് റെഡിയാക്കുമായിരുന്നു. അതിനിടയിൽ നിനക്ക് ഇതുപോലും ചെയ്യാൻ ടൈം ഇല്ലായിരുന്നോ? അതിനിടയിൽ വേറെ എന്ത് പണിക്കാ നീ പോയത്? ഇങ്ങനെ ഒരു സ്റ്റാഫിനെ എനിക്കിനി ആവശ്യമില്ല. യു ക്യാൻ ലീവ് ദിസ് കമ്പനി റൈറ്റ് നൗ. അയ്യോ സർ, അങ്ങനെ പറയരുത്. ഈ ജോലി പോയ ഞാൻ. എനിക്ക് നിന്റെ പൂങ്കണ്ണീരൊന്നും കാണണ്ട. ഇപ്പൊ ഇവിടെ നിന്ന് പൊക്കോ. നീ ഇന്ന് വരെ വർക്ക് ചെയ്ത സാലറി മൊത്തം നിന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. പോ. സർ പ്ലീസ്. ജസ്റ്റ് ഔട്ട് ഐ സേ. മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാൻ ഓരോന്ന് വന്നോളൂ. അശ്വനേട്ടാ, അശ്വനേട്ടാ, ഇവിടെ ഇല്ലേ? അശ്വനേട്ടാ എവിടാ? വീട്ടിലില്ലേ? ഈ ഫയൽ വേണ്ടേ? ഇല്ല സഞ്ജന, താൻ വെയിറ്റ് ചെയ്യ്. ഒരു 10 മിനിറ്റിനുള്ളിൽ വരും. ഓക്കെ അശ്വനേട്ടാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. കീ ആ ചെടിച്ചട്ടിയുടെ അടിയിലുണ്ട്. അകത്തിരുന്നോ. ഓക്കെ. ഞാനാ ഹരി. ഹരിയേട്ടാ, ഇതെങ്ങനെ ഇവിടെ? താൻ എന്നോട് പറഞ്ഞില്ലേ അശ്വിന്റെ വീട്ടിൽ പോവാണെന്ന്? അപ്പൊ ഞാനും തന്റെ പുറകെ. കാർ എവിടെ? കാർ കുറച്ച് ദൂരെ ഇട്ടിരിക്കുക. അതൊക്കെ വിട്. താനിങ്ങി വാ. ഇതൊന്നും ഇപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞിട്ട്. പറഞ്ഞു.
ബട്ട് എന്റെ പെണ്ണിങ്ങനെ എന്റെ മുന്നിലൂടെ ബ്യൂട്ടിഫുൾ ആയി നടക്കുമ്പോ ഞാൻ ചുമ്മാ നോക്കി നിൽക്കുന്ന എങ്ങനാ? ആ? ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ താൻ ദേ എന്റെ നെഞ്ച് പടപടാന്നിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായി എന്റെ ഹരിയേട്ടൻ എന്റെ മുന്നിൽ വന്നപ്പോൾ ഉള്ളതുപോലെ. ഇപ്പോഴും മാറിയില്ലേ തന്റെ ഈ പേടി? പേടിയല്ല, സന്തോഷം കൊണ്ടാ. എനിക്ക് ഈ ഭാഗ്യം വീണ്ടും കിട്ടിയല്ലോ. ഹരിയേട്ട, ഇവിടെ വെച്ച് അശ്വിനേട്ടൻ ഇപ്പൊ വരും. ഞാൻ എന്റെ പെണ്ണിനെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. പോ ഹരിയേട്ട. തന്റെ താലിയുടെ അത് ഹരിയേട്ടന് ആക്സിഡന്റ് ആയ അന്ന് കബോർഡിന്റെ ഹാൻഡിൽ പൊട്ടിപ്പോയി. അന്ന് വൈകിട്ടായിരുന്നു ആ വാർത്ത ഞാൻ കേട്ടത്. എന്റെ ഹരിയേട്ടൻ. Hey, relax. Don't cry. It's not the time to cry. സഞ്ജന വന്നിട്ട് എവിടെ? സ്കൂട്ടർ മുറ്റത്ത് കിടപ്പുണ്ടല്ലോ. ആളിനെ കാണുന്നില്ലല്ലോ. മതി പ്ലീസ്. സഞ്ജന അയ്യോ അശ്വിനേട്ടൻ. ആരാകത്ത്? അത് അശ്വിനേട്ട. സഞ്ജന ആരാണെന്ന്? ഞാൻ തന്നെ. അല്ലാതാരാ എന്റെ പെണ്ണിന്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഗസ് ചെയ്യാനും? ഹരി ഹരി അതേടാ ഹരി തന്നെ. ഹരിടാ നീ നിനക്ക്? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലടാ. ആ നീ ഇത്രയും കാലം എവിടെയായിരുന്നടാ? അതൊക്കെ ഞാൻ പറയാം. അതവിടെ നിൽക്കട്ടെ. ഒരു നിമിഷം നീ എന്റെ പെണ്ണിനെ സംശയിച്ചോടാ? ഒരിക്കലുമില്ല. ഒരുപക്ഷെ സഞ്ജന ആരുമില്ലെന്ന് പറയുമായിരുന്നേ ഞാൻ അവളെ വിശ്വസിച്ചേനെ. എന്റെ കണ്ണുകളേക്കാൾ വിശ്വാസമാ എനിക്ക് അവൾ പറയുന്നത്. അത്രയ്ക്ക് നല്ലവളാടാ നിന്റെ സഞ്ജന. എന്റെ പെണ്ണ അവൾ. പിന്നെ നമ്മൾ 3 പേരും മാത്രം അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജയ്, എനിക്ക് മോളുടെ ഇപ്പോഴത്തെ പോക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. ഏട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? അവൾക്ക് എന്തോ അരുതാത്ത ബന്ധം ആരോടോ ഉണ്ട്. അതാ അവൾ രാവെന്നില്ല പകലെന്നില്ലാതെ ഇങ്ങനെ ഓരോയിടത്തും പോകുന്നത്. ഏട്ടൻ സഞ്ജനെ പറ്റി തന്നെയാണോ പറയുന്നത്? അതെ. നീ ശ്രദ്ധിച്ചിട്ടില്ലേ? അവൾ കോൾ ചെയ്യുമ്പോഴും മാറിയിരുന്ന് സംസാരിക്കുന്നു. ചോദിക്കുമ്പോ ആരുമില്ല എന്ന് പറയുന്നു. എല്ലാം അവൾ നമ്മളോട് കള്ളം പറയുന്നതാ. അത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉം. ഞാൻ പറഞ്ഞ അവക്കത് ഇഷ്ടപ്പെടില്ല. ഞാൻ അവക്ക് വേണ്ടി ചെയ്തതെല്ലാം എനിക്ക് മാത്രമേ ശരിയായിരുന്നുള്ളൂ. ശരിയാ, എന്റെ മോൾ ഞാൻ കാരണം ഒരുപാട് അനുഭവിച്ചു. പക്ഷെ അവൾ ഇങ്ങനെ ഒരു റിലേഷൻ വന്ന് നശിച്ചു പോകുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാ ഞാൻ നിന്നോട് പറയുന്നത്. എന്നെ ഇപ്പോൾ അവൾ ശത്രുവായ കാണുന്നേ. നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കുക ചെയ്. എന്റെ മോള് നശിച്ചു പോകുന്നത് എനിക്ക് സഹിക്കില്ല. പക്ഷെ ഹരിയെ മറന്ന് അവൾ ഒന്നും ചെയ്യില്ല ഏട്ടാ. അങ്ങനെ ആയിരിക്കാം. പക്ഷെ നീ നീ ഒന്ന് ശ്രദ്ധിക്കണേടാ. ഞാൻ എന്റെ തോന്നൽ പറഞ്ഞതല്ല. അവളിപ്പോ ഏതോ ലോകത്താ. കിച്ചു, വല്യേട്ടൻ പറഞ്ഞത് കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? എനിക്കും അവളിൽ മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ജയ്. വല്യേട്ടൻ പറഞ്ഞത് താൻ തള്ളിക്കളയരുത്. കിച്ചു, ഇനിയും അവൾ പുറത്ത് എവിടെയെങ്കിലും പോകുവാണെ എന്നോട് പറയണം നീ. ശരി ജയ്. പക്ഷെ സഞ്ജു ഏട്ടനെ മറക്കുമോ? ആ, ആ, ഇല്ലാന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. ഞാൻ കണ്ടത് അവനെ തന്നെയാ, അല്ലാതെ വേറെ ആരെയല്ല. ഡോ, ഇങ്ങാർക്ക് വട്ടായിന്നാ തോന്നുന്നത്. മരിച്ചു പോയൻ വന്ന് മുന്നിൽ നിന്നെന്ന്. ഇയാളല്ലേ പറഞ്ഞ് റാം വലിയ കില്ലാടിയാണെന്ന്. ദേ ഇപ്പൊ ആ ഹരിയുടെ പേര് പറഞ്ഞ് ഭയന്ന് നിൽക്കുന്നു. ഷേ, ഡോ റാം, തനിക്ക് നല്ലൊരു സൈക്യാട്രിസ്റ്റിന്റെ ആവശ്യമുണ്ട്. ഞാൻ എന്താടോ പറഞ്ഞു വരുന്നത്? എനിക്ക് പ്രാന്താണെന്നോ? പിന്നെ ഇങ്ങനൊക്കെ പിച്ചും പേയും പറഞ്ഞ? പിച്ചും പേയും അല്ല, അവൻ വന്നിട്ടുണ്ട്. താനും സൂക്ഷിച്ചു. ഓ, താനത് വിട്. വാ, ഇന്ന് ആ ജോണിന്റെ പാർട്ടിയാ. നല്ല പെൺപിള്ളേരൊക്കെ ഉണ്ടെന്നാ കേട്ടെ. വാ. ഡോ പണിക്കരെ, ആ പെണ്ണ് വന്നില്ലേ? ഏത് പെണ്ണ് സർ? ആ മീനാക്ഷി. ഇല്ല സർ. ദാ ഈ ലെറ്റർ അവർക്ക് കൊടുക്കണം. ഇതെന്താ സർ? താൻ കൂടുതലൊന്നും പറയണ്ട. ഇത് പോസ്റ്റ് ചെയ്.
ശരി സർ. ജഗേട്ടാ, സഞ്ജന, എന്നാ കുഞ്ഞിനെ കൊണ്ടുപോകുന്നേ? കുറച്ചു കഴിഞ്ഞേ ഉള്ളൂ. അതാ നല്ലത്. കുഞ്ഞിന്റെ പേരൊരു ചടങ്ങിന്റെ കാര്യം എന്തായി? അത് ഞാൻ മാറ്റിവെച്ചു. ഇനിയിപ്പോ ഹരിയേട്ടനോട് വരട്ടെ. ഹരിയോ? അത് ഈശ്വരാ, ഹരിയേട്ടൻ ആരോടും പറയരുതെന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ എന്താ ജഗേട്ടനോട് പറയണ്ടേ? ഹേയ് സഞ്ജന, എന്താ? അത് പിന്നെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഉടനെ നടത്താം. ഹരി അടുത്ത് വന്നു ആ, ആ, അതുപോലെ അല്ലേ? അതെ. അത് ശരിയാ. തന്റെ കുഞ്ഞ് കൂടെ ഉള്ളപ്പോ ഹരി ഉള്ളത് പോലെ തന്നെയല്ലേ? അതെ. കൃഷ്ണേന്ദു, ഏട്ടന്മാര് പോയോ? എല്ലാരും പോയി ചന്ദന. എന്താ? ഏയ്, ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങുവാ. താൻ എവിടെ പോവാ? അത് പിന്നെ അച്ഛനേട്ടനെ കാണാൻ ആണെന്ന് പറഞ്ഞ എന്തിനാണെന്ന് ചോദിക്കും. ആ റാമിന്റെ കാര്യം അറിയാൻ പാടില്ലല്ലോ. വേറെ എന്തേലും പറയാം. അത് പിന്നെ എന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ യൂണിവേഴ്സിറ്റി വരെ ഒന്ന് പോവാം. ഓ ശരി, താൻ പോയിട്ട് വാ. ഹലോ ജയ്. എന്താ പിച്ചു? സഞ്ജന പുറത്തോട്ട് ഇറങ്ങി യൂണിവേഴ്സിറ്റിയിൽ പോകാൻ. യൂണിവേഴ്സിറ്റിയിലോ? അതെ. ശരി. യൂണിവേഴ്സിറ്റിയിൽ? ഞാൻ ലേറ്റ് ആയോ? ഏയ് ഇല്ല. താൻ എങ്ങനെ ഇറങ്ങി? ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോവാന്നാ കിച്ചിനോട് പറഞ്ഞത്. എന്റെ കിച്ചു. അവക്ക് സുഖം ഹരിയേട്ടാ. ജയ് അവളെ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം. അതൊക്കെ പോട്ടെ, താൻ ഫയൽ എടുത്തോ? ദാ ഫയൽ. സാഹചര്യ തെളിവെല്ലാം അയാൾക്കെതിരാ. പിന്നെ ആ രാജ്യദ്രോഹ കുറ്റം അയാളെ ഈ നാട്ടിൽ നിന്ന് തന്നെ കടത്താനുള്ളതൊക്കെ ഉണ്ട് ഈ ഒരു കേസ് ഫയലിൽ. നാട്ടിൽ നിന്നല്ല, എനിക്ക് അവനെ ഈ ലോകത്തൊന്ന് തന്നെ ഇല്ലാതാക്കണം. ഹരിയേട്ടാ, എന്തൊക്കെയാ പറയുന്നേ? അതൊന്നും വേണ്ട. എന്നെയും ഇവനെയും കൊല്ലാൻ തീരുമാനിച്ചത് തന്നെ വലിയ തെറ്റ്. ഞാൻ ജീവജടമായി കിടന്നത് എത്ര മാസങ്ങളാണെന്ന് തനിക്കറിയാമോ? അതിലുപരി ഭർത്താവ് നഷ്ടമായ തന്നെ ബലമായി അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പലവട്ടം. ഇതൊക്കെ ഞാൻ ക്ഷമിക്കണോ? എന്നല്ല പറഞ്ഞത് ഹരിയേട്ടാ. അയാളെ നിയമത്തിന് കീഴിൽ എത്തിക്ക്. അയാൾക്ക് ശിക്ഷ കോടതി വിധിക്കട്ടെ. ഹരിയേട്ടൻ ആരെയും കൊല്ലാനൊന്നും പോകണ്ട പ്ലീസ്. ശരി, താൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ കുടിക്കാൻ. അശ്വിൻ, എത്രയും പെട്ടെന്ന് ഞാനത് നടത്തും. ബട്ട് അതിനു മുന്നേ അവന്റെ ഈ കള്ളത്തരം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇപ്പൊ അവൻ എല്ലാവരുടെ മുന്നിൽ നല്ലവനാ. അങ്ങനെ നല്ലവനായി അവൻ ചാകണ്ട. എല്ലാ നാണക്കേടോടെയും ചത്താ മതി അവൻ. അത് തന്നെ ഹരി ഞാനും പറയുന്നേ. നിന്നെ നഷ്ടമായി എന്നറിഞ്ഞപ്പോ സഞ്ജന അനുഭവിച്ച മാനസിക പീഡകൾ എനിക്കറിയാം. ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയില്ലായിരുന്നേ അവളുടെ മനസ്സിന്റെ സമനില തെറ്റി സഞ്ജന വേണ്ടെന്നൊക്കെ പറയും. കാരണം അവളുടെ മനസ്സ് ശുദ്ധമാ. ആരെയും വേദനിപ്പിക്കാൻ അറിയാത്തവളാ അവൾ. അതെ, അതുകൊണ്ട് അവന്റെ വിധി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹേ ജയ്, നീയോ? എടാ, ഞാനൊരു കോൺട്രാക്ടിന്റെ കാര്യം പറയാനാ വന്നത്. ആഹാ, പിന്നെ ഇന്ന് ഞാൻ നിന്റെ പെങ്ങളെ ഞങ്ങളുടെ ആ ഭാഗത്തോടെ പോകുന്നത് കണ്ടു. എപ്പോ? ഒരു 10:30 ആയപ്പോ. ഒരു ഉള്ളിലോട്ടുള്ള റോഡിലോട്ടാ തിരിഞ്ഞത്. ആണോ? എവിടെ പോയതാ? അത് അവളൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. ഓ, ഡാ, നീ നാളെ വാ, അപ്പൊ നമുക്ക് സംസാരിക്കാം. ഓക്കേടാ. യൂണിവേഴ്സിറ്റിയിൽ പോവാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് പോയി നോക്കാം. മെയിനായി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇവിടാണ്. DGP സാറാ, ഞാനിപ്പോ വരാം. എന്താ ഒരു സങ്കടം? കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട്. കുഞ്ഞിനെന്താ? എന്ന് ഹരിയേട്ടാ കുഞ്ഞിനെ ഒന്ന് കാണുന്നേ? സമയമാകട്ടെ, താൻ വിഷമിക്കാതെ. അവളെ എന്റെ അടുത്ത് എപ്പോഴും ഒന്നും കിട്ടുന്നില്ല. ഈ പ്രായത്തിൽ അവൾ അമ്മയുടെ അച്ഛന്റെ കൂടല്ലേ വളരണ്ടേ? സ്വന്തം അച്ഛനും അമ്മയും ജീവനോടെ ഉള്ളപ്പോ അനാഥയായി വളരുന്നു. താനിങ്ങി വന്നേ, എല്ലാം ശരിയാകും. അയ്യോ, ഇത് കുരുങ്ങിയല്ലോ. ഇത് എടുക്കാൻ പറ്റുന്നില്ല. താൻ ഇങ്ങനെ വെപ്രാളപ്പെടാതെ.
താൻ വിട്ടെ, ഞാൻ നോക്കാം. അയ്യോ, ഇത് പൊട്ടിപ്പോയി. ഇതാണോ പറഞ്ഞേ ശരിയാക്കാന്ന്? എന്റെ നല്ല ഡ്രസ്സായിരുന്നു. ഇപ്പോഴല്ലേ ഭംഗി? ഈ തുറന്നു കിടക്കുന്നതോ? ഹേയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. താൻ ആ ഷോൾ ഇട്ട് മറിച്ചാ മതി. ആ, വാ, ഒരു കിസ് തരാം. എനിക്ക് വേണ്ട. അതെന്നാ വേണ്ടാത്ത? വാ ഇവിടെ. വേണ്ട. ഇവിടെ നിൽക്കേ. ഇത് സഞ്ജുവിന്റെ സ്കൂട്ടർ അല്ലേ? KL27W. അതെ, ആണല്ലോ. ഇത് ആരുടെ വീട്? മതി. എന്റെ ചുണ്ട് എനിക്ക് നോവുന്നുണ്ട് കേട്ടോ. സഞ്ജു, ആരും വിളിച്ചില്ല ഇപ്പോ. ആരാത്? നോക്കട്ടെ. ആ, ഷോൾ നേരെയാക്കിട്ട് പോ. ശരി സാർ. ആ, ആരാ വിളിക്കുന്നേ? ആരാ അശ്വിനേട്ടാ? അറിയില്ല, നോക്കട്ടെ. ആ, സഞ്ജു, അശ്വിൻ, നീ? ചെയ്യട്ടെ. ജയു, ഇതായിരുന്നു നിന്റെ ഇപ്പോഴത്തെ സന്തോഷത്തിന്റെ കാരണം? ചെയ്യട്ടെ, എന്തായി പറയുന്നേ? മിണ്ടിപ്പോകരുത്. ജയ്, എന്താ ജയ്? എന്താണെന്നോ? സഞ്ജു, നീ എന്തിനാ ഇവന്റെ വീട്ടിൽ വന്നത്? അത് പിന്നെ നീ കിച്ചുവിനോട് കള്ളം പറഞ്ഞിട്ട് ഇവന്റെ അടുത്ത് വന്നത് എന്തിനാണെന്ന്? ചെയ്യട്ടെ, ഞാൻ വെറുതെ. വെറുതെയോ? ഇവൻ നിന്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രം അല്ലേ? രാവെന്നില്ല പകലെന്നില്ല നീ വരുന്നത് ഇവനെ കാണാനാ അല്ലേ? ചെയ്യട്ടാ. ജയ്, കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാ സഞ്ജന അങ്ങനെ വരുന്നത്. എന്ത് കാര്യങ്ങൾ പറ? ഒരു പെണ്ണ് രാത്രിയിലും പകലുമെല്ലാം ഒരാളുടെ വീട്ടിൽ കയറി ഇറങ്ങുമ്പോ സാധാരണ മനുഷ്യൻ എന്താ ചിന്തിക്കണ്ടേ? ഞാൻ അതിന്. നിനക്ക് ഇവനോട് പ്രേമമായിരുന്നെങ്കിൽ അത് നേരിട്ടെന്താ പറയാത്തെ? അയ്യോ ചെയ്യട്ടാ, എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് പ്രേമമോ? ജയ്, താൻ ഇതെന്താ പറയുന്നേ? അതെ, ഞാൻ പിന്നെ എന്താ ചിന്തിക്കണ്ടേ? ജയേട്ടാ, എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്? എങ്കിൽ പറ, എന്തിനാ നീ ഇവനെ കാണാൻ എപ്പോഴും വരുന്നത്? ഇനി മറിച്ചു വെച്ച ശരിയാകില്ല. എന്റെ ജയേട്ടൻ എന്റെ മനസ്സുകൊണ്ട് പോലും തെറ്റായി ചിന്തിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പറയാം, ഹരിയേട്ടന്റെ കേസിന്റെ കാര്യത്തിന് വേണ്ടിയാ ഞാൻ അശ്വിനേട്ടനെ കാണാൻ വരുന്നത്. ഹരിയുടെ കാര്യത്തിനോ? നീ കൂടുതൽ കള്ളങ്ങൾ എന്നോട് പറയണ്ട. ആ ഹരിയെ നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നേ നീ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ജയേട്ടാ, ഞാൻ എന്റെ ഹരിയേട്ടനെ മറന്നെന്നോ? എനിക്കതിന് ഒരിക്കലും കഴിയില്ല. നിനക്കൊരു ആൺതുണ വേണമായിരുന്നെങ്കിൽ വലിയേട്ടൻ എത്രയെത്ര ആലോചനകൾ കൊണ്ടുവന്നു. അതിലൊന്നിനെ കെട്ടിയാ പോരായിരുന്നു. ഛേ, ഞാനും അശ്വിനേട്ടനും ഒന്നിച്ചിരുന്നു സംസാരിക്കുന്നതിന് കാണുന്നതിനുമാണോ ഇങ്ങനൊക്കെ പറയുന്നേ? ഒരു ആണും പെണ്ണും കൂടെ ഇരിക്കുന്നത് കണ്ട മറ്റു പലതും ആകുമോ? കൂടെ ഇരുന്നാ തെറ്റില്ല. പിന്നെ അത്രേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ കേട്ടത് എന്താ സഞ്ജു? അത് ജയ്, അങ്ങനൊന്നും അല്ല. താൻ തെറ്റിദ്ധരിച്ചിരിക്കുവോ? നീ മിണ്ടിപ്പോയേക്കരുത്. ഞാൻ കരുതി നീ ഹരിയുടെ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കുമെന്ന്. ഹരി ഇല്ലാതായപ്പോ ആ അവസരം നീ പാഴാക്കിയില്ല അല്ലേ? സഞ്ജയ്, നീ അനാവശ്യം പറയരുത്. നിനക്ക് ഇവക്കും കൂടെ അനാവശ്യം കാണിക്കാം അല്ലേ? ഞാൻ സത്യം പറയുന്നതിനാണ് തെറ്റ്. സഞ്ജയ്, നീ ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയരുത്. മാറി നിൽക്കടാ എന്റെ മുന്നിൽ നിന്ന്. നിന്റെ കാമുകനെ തൊട്ടപ്പോ നിനക്ക് സഹിക്കുന്നില്ലേ? ഇവനെ മനസ്സിലാക്കുന്നതിന്റെ പകുതിയെങ്കിലും നീ നിന്റെ സഹോദരനായ എന്നെ മനസ്സിലാക്ക്. എന്റെ വേവലാതി മനസ്സിലാക്ക്. മോളെ, നിനക്ക് എന്തോ ബന്ധവും ആരോടോ ഉണ്ടെന്ന് ഏട്ടൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. അന്ന് നിനക്ക് ഏട്ടൻ ഒരു കല്യാണാലോചന കൊണ്ടുവന്നപ്പോ എന്റെ കെച്ചു പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാമോ? നീ മറ്റൊരാളുടെ ആകുന്നത് അവക്ക് കാണാൻ കഴിയില്ലാന്ന്. അവിടെ ഹരിയേട്ടന്റെ കൂടെ അല്ലാതെ എന്ന്. നിനക്ക് ജീവിതം ഉണ്ടാകാതിരിക്കാനല്ല, നിന്റെ ഒപ്പം ഹരിയെ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കഴിയൂ. മോളെ, നിനക്ക് ആരുമില്ലാതെ ആവില്ല. ഞങ്ങളുണ്ട് കൂടെ. ഹരിയെ മറക്കരുത് മോളെ നീ. ഞാൻ എന്റെ ഹരിയേട്ടനെ മറന്നിട്ടില്ല. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല.